أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر السلام عليكم ورحمة الله وبركاته. സൂറ കൗസർ ആയത്ത് നമ്പർ 2. അർത്ഥം: നിശ്ചയമായും നാം നിനക്ക് ധാരാളം കൗസർ നൽകിയിരിക്കുന്നു. ഇവിടെ വിശുദ്ധ ഖുർആൻ്റെ വിവരണങ്ങളുടെ വിശദീകരണത്തിൻ്റെ മഹത്വങ്ങളിൽ പിന്നെ ഹുസൂർ പറയുന്നത് പൗരത്വത്തിൻ്റെ കടമകളാണ്. അതായത് മനുഷ്യൻ തൻ്റെ കുടുംബത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പിന്നെ പൗരത്വത്തിലേക്കാണ് വരുന്നത്. ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ പിന്നെ അവിടെ പൗരത്വത്തിൻ്റെ കടമയാണ്. പൗരത്വത്തിൻ്റെ കടമകളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അയൽവാസികളാണ്. മറ്റു പല മതങ്ങളിലും അയൽക്കാരെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഏതൊരു നിലവാരത്തിലാണോ ഇസ്ലാം ഇത് സംബന്ധമായ അധ്യാപനങ്ങൾ നൽകുന്നത്, അത് വേറെ ഒരു മതത്തിലും നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഇസ്ലാം ഈ വിഷയത്തിൽ, അതായത് അയൽവാസികളുടെ വിഷയത്തിൽ എത്രമാത്രം ശക്തി ചെലുത്തി എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്ന് അയൽവാസികളോടുള്ള കടമകളെ സംബന്ധിച്ച് ഇത്രമാത്രം ശക്തിയോടെ പറയുകയുണ്ടായി, ഞാൻ വിചാരിച്ചു ഇനി അവരെ പിന്തുടർച്ചാവകാശികളാക്കി കളയുമോ എന്ന് ഞാൻ ശങ്കിച്ചു പോയി. പിന്നെ അടുത്തതായിട്ട് പിന്നെ പൗരത്വത്തിൻ്റെ കടമയിൽ വരുന്നത് ഭക്ഷണം, വെള്ളം, വായു എന്നിവയുടെ കാര്യമാണ്. ഈ 3 കാര്യങ്ങളും നല്ലതല്ലെങ്കിൽ തീർച്ചയായും ജനങ്ങളുടെ ആരോഗ്യവും മോശമാകുന്നു. ആയതിനാൽ ഇസ്ലാം ഈ കാര്യത്തിലും വളരെയധികം ഊന്നൽ നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിക്കരുത്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാലിന്യം വലിച്ചെറിയരുത് എന്ന്. ഈ കാലഘട്ടത്തിൽ ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധാലുക്കളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലാണ്, അതായത് അതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു അറിവും ഇല്ലാതിരുന്ന സമയത്താണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, പിന്നെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകുകയുണ്ടായി, റോഡും ഇടവഴിയുമെല്ലാം വീതിയുള്ളതും തുറന്നതുമായിരിക്കണം. കാരണം ചീത്ത വായു മൂലം മനുഷ്യരുടെ ആരോഗ്യം മോശമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിലാണ്, അതായത് കുതിരയുടെയും ഒട്ടകത്തിൻ്റെയും അതിൽ സവാരി ചെയ്യുന്ന ആ ഒരു കാലഘട്ടം, അതാണ് വാഹനങ്ങളുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ റോഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ ഇടവഴി കുറഞ്ഞത് 8 അടി അല്ലെങ്കിൽ 10 അടി ഉണ്ടാകും. വലിയ വഴി എന്ന് പറഞ്ഞത് കുറഞ്ഞത് 15 അടി മുതൽ 20 അടി വരെ ഉണ്ടാകും. എന്നിട്ട് ഹുസൂർ പറയുന്നു, ഒട്ടകത്തിനും കുതിരയ്ക്കും ഇത്ര വലിയ വഴി ആവശ്യമാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ ലോറിയും മോട്ടോർ വാഹനങ്ങളും ഒക്കെ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തിൽ എത്രമാത്രം റോഡ് ആവശ്യമായി വരും എന്ന് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുക. പിന്നീട് പറയുന്നു, പൗരത്വത്തിൻ്റെ കടമകളിൽ മറ്റൊന്ന് പറഞ്ഞത്, എവിടെയാണ് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, പൊതുസ്ഥലങ്ങൾ, അവിടെ മാലിന്യം വലിച്ചെറിയരുത്. അതുപോലെ തന്നെ പൊതുവഴികളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാധനങ്ങളോ കിടന്നാൽ, മറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മുള്ളു പോലുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ കടന്നാൽ അത് അവിടെ നിന്ന് മാറ്റുന്നത് നന്മയും പ്രതിഫലവും ലഭിക്കുന്ന കാര്യമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തന്നെ വഴിയിൽ കിടക്കുന്ന മുള്ളു പോലുള്ള സാധനങ്ങൾ പെറുക്കി മാറ്റുമായിരുന്നു. അതുപോലെ തന്നെ നടവഴിയിൽ, ഈ പൊതുവഴിയിൽ മലവിസർജനം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു. ഇതിലൂടെ, അതായത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അള്ളാഹുവിൻ്റെ അനിഷ്ടം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത് അത് ജാഹിലിയ കാലഘട്ടത്തിലാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ആളുകൾക്ക് ഈ വൃത്തിയും ഇതിനെക്കുറിച്ചൊന്നും വല്ലാതെ അറിവില്ലാത്ത ഇരുന്ന കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇങ്ങനെയുള്ള അധ്യാപനങ്ങൾ നൽകിയത് എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. എന്നിട്ട് ഹുസൂർ പറയുന്നു, ഇന്ന് ലാഹോർ, അതുപോലെ തന്നെ കോയിട്ട, റാവൽപിണ്ടി, പിഷാവാർ അതുപോലുള്ള വലിയ വലിയ പട്ടണങ്ങളിൽ ചില ആളുകൾ മാലിന്യങ്ങളെടുത്ത് അവരുടെ വീടിൻ്റെ വാതിലിൻ്റെ അവിടെ വന്ന് നിന്ന് വാതിലിൻ്റെ വെളിയിലേക്കത് വലിച്ചെറിയുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്നതിനെ അനുവദനീയമല്ലാത്ത കാര്യമായിട്ടാണ് പ്രഖ്യാപിച്ചത്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.